ഇരിക്കണം. ഹലോ ഗൈസ്, നമസ്കാരം. നമ്മൾ രണ്ടുപേരും കൂടെ രാവിലെ ഒരു ട്രിപ്പ് പോവുകയാണ് ഗൈസ്. പത്തനംതിട്ട എത്തിയിട്ടുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ടോപ്പല്ലേ? ഷോപ്പ് എവിടെ നിന്നാണ് ഗൈസ്? ട്രൈൻസ് പത്തനംതിട്ട. പാൻറ് 2 മണിക്കൂറത്തെ തിരച്ചിലിന് ആക്ച്വലി പാൻറ്റും ഷോളും ഒരുമിച്ച് നമുക്ക് 800 രൂപയ്ക്ക് കിട്ടും ഗൈസ്. ഷോളും അല്ല, പാൻറ്റും ടോപ്പും. ഹരിതയുടെ ഡ്രസ്സ് എടുക്കണം. മിന്ത്ര പുതിയ വാച്ചാണ് ഗൈസ്. കോളൊക്കെ എടുക്കാൻ പറ്റും. കോളൊക്കെ എടുക്കാൻ പറ്റും. KSRTC ബസ് സ്റ്റാൻഡാണ് ഗൈസ്. KSRTC ഇന്റർ സ്റ്റേറ്റ്. എന്തെങ്കിലും ചന്തയിൽ പോകുന്നു, ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന, അല്ലെങ്കിൽ ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നു. ബാങ്ക് കൊള്ളയാണ് കുറച്ചും കൂടെ കറക്റ്റായിട്ടുള്ളത്. നമ്മളെ കണ്ട അങ്ങനെ നല്ല എക്സിക്യൂട്ടീവ് ലുക്കില്ലേ ബാങ്ക് കൊള്ളയടിക്കാൻ. രാവിലെ ഇറങ്ങിയതായതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ബോണ്ടയും വടയും ഒക്കെ നമ്മളെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു. മണ്ഡലകാലം തുടങ്ങിയതുകൊണ്ട് പത്തനംതിട്ട ഫുള്ള് നല്ല തിരക്കാണ്. വേറെ ഒരു സമയത്തും ഇല്ലാത്ത തിരക്കാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. അങ്ങനെ കാഴ്ച കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള വണ്ടി വന്നു. നമ്മൾ പൊൻകുന്നത്തേക്കാണ് പോകുന്നത് ഗൈസ്. ബ്രിജിത്തിനെ കാണാൻ വേണ്ടി പോവാണ്. പുറകിലെങ്ങാനും ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് പറ്റൂല, മുന്നിൽ തന്നെ ഇരിക്കണം. ഡ്രൈവറിന്റെ തൊട്ടടുത്തിരുന്നാലേ അവർക്ക് ഫീൽ വരും. എന്തുകൊണ്ടാണ് എനിക്ക് ഇരിക്കാൻ ഇഷ്ടം? പറയുന്നില്ല, പറഞ്ഞേ എപ്പോഴും പറയാൻ എനിക്ക് വയ്യ. മറ്റൊന്നുമല്ല ഗൈസ്, നല്ലൊരു ലോജിക്കൽ റീസൺ ആണ് ഹരിതയ്ക്ക് ഫ്രണ്ടിൽ ഇരിക്കാനുള്ള കാരണം. വണ്ടിയിലുള്ള ബാക്കി ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളായിരിക്കും ഏറ്റവും മുന്നിലെത്തുന്നത്. അൺബോക്സിംഗ് വീഡിയോ എന്താണുള്ളത്? രണ്ടണേ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി ഗൈസ്. ഈ KSRTC ഒരു രക്ഷയില്ല. സ്വന്തമായിട്ട് മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉള്ള കിടിലം ബസ്സാണ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ യാത്ര അതിമനോഹരമായ ഒരു റൂട്ടിലൂടെയാണ് ഗൈസ്. കാടിന്റെ നടുവിലൂടെ ഉള്ളൊരു വഴിയാണ്. നമ്മൾ അങ്ങനെ എരുമേലി എത്തി. റോഡ് നിറയെ അയ്യപ്പന്മാരാണ്. ശബരിമല പോകുന്നതിനായിട്ട് എരുമേലി വഴി വന്ന് ഇവിടുത്തെ അമ്പലത്തിലും കയറി അതുവഴി വാവര് പള്ളിയും കണ്ടിട്ടാണ് ആൾക്കാർ ശബരിമലയിലേക്ക് പോകുന്നത്. ഇതാണ് ഗൈസ് വാവര് പള്ളി. ഇതൊരു മസ്ജിദാണ്. എരുമേലി വഴി വരുന്ന അയ്യപ്പന്മാര് ഇവിടെ വന്ന് വാവരസ്വാമിയെയും കണ്ടതിന് ശേഷമാണ് മല ചവിട്ടാനായി പോകുന്നത്. ഇവിടെയാണ് പേട്ടതുള്ളൽ നടക്കുന്നത്. അങ്ങനെ നമ്മൾ എരുമേലിയും കഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളി എത്തി. അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഗൈസ്? ഇച്ചയ്ക്ക് KSRTC ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കണം. ഡ്രൈവർ കാണുന്ന തൊട്ടടുത്ത് അവള് കാണണം. അതുകൊണ്ട് പോകാൻ നിറയെ പൊടിയായിട്ട് വാരി തളർന്ന് നിൽക്കും. അങ്ങനെ ഫൈനലി നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി നമ്മുടെ സ്ഥലത്തെത്തി. കുത്തനെയുള്ള റോഡാ. ഞങ്ങൾ എത്തിയിരിക്കും. ഞങ്ങൾ എത്താറായി. ഇനി കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ബ്രിജിത്തിന്റെ വീട്. കുറെ നേരമായി നമ്മളെയും കാത്ത് ബ്രിജിത്ത് ഇരിക്കുകയാണ് ഗൈസ്. ഹായ് ബ്രിജിത്ത്. ആഗമന ഉദ്ദേശം നടത്തിക്കഴിഞ്ഞ് മൂക്കുമുട്ട ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പൊ see you until next time. Bye bye.